കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 20-ാം വാക്യം. യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് ഹെരോദാവ് അറിഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. അവൻ്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടു. നമ്മൾ വളരെ അതിശയിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. ദുഷ്ടനായ വഷളനായൊരു മനുഷ്യൻ, പക്ഷേ അയാളുടെ ഭാര്യയായ ഹെരോദിയ യോഹന്നാൻ്റെ നേരെ പകവെച്ച് നശിപ്പിക്കാൻ ആഗ്രഹിച്ചെങ്കിലും എന്ന് പറഞ്ഞാൽ പലതും പറഞ്ഞു കൊടുത്ത് കാണും. ആകുന്ന കണക്ക് ഇയാളെ സ്വാധീനിച്ച് നശിപ്പിക്കാൻ നോക്കിയെങ്കിലും ഇയാൾ വഴങ്ങിയില്ല. ഇയാളെ കുറ്റം പറയുന്ന യോഹന്നാനെ സംരക്ഷിച്ചു പോന്നു. കാരണം നീതിയും വിശുദ്ധിയുള്ള ഒരു മനുഷ്യനാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഇയാൾ പറയുന്ന ദൂതുകളും വർത്തമാനവും ഇയാളെ അസ്വസ്ഥനാക്കി. കാരണം ഇയാൾ ഈ പാപം ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും അറിയത്തക്ക കണക്ക് ഒരു മഹാപാപം ചെയ്തിട്ടാണ് ഇയാൾ ഇരിക്കുന്നത്. ഇതുകൂടാതെ വഷളത്ര സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. അത് കാരണം ഈ ദൂത് കേൾക്കുമ്പോൾ അസ്വസ്ഥനായെങ്കിലും ദൈവോചനമല്ലേ, അതിൻ്റെ ഒരു ആകർഷകത്വം കൊണ്ട് ആ മനുഷ്യൻ സന്തോഷത്തോടെ കേട്ടുപോകുന്നു. മത്തായിയുടെ സുവിശേഷം 6 കർത്താവ് പറയുന്നു, നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ആ ഇരുട്ട് എത്ര വലിയത്. ഓരോ മനുഷ്യനും ആദാമിൽ നിന്ന് ജനിച്ച എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ കർത്താവ് ഒരു വെളിച്ചം തന്നിട്ടുണ്ട്. ആ വെളിച്ചം ഉള്ളത് കൊണ്ടാണ് ഈ സത്യവും തിന്മയും അവന് തിരിച്ചറിയാൻ പറ്റുന്നത്. ഒരുത്തൻ തെറ്റ് ചെയ്യുമ്പോൾ പ്രമാണമില്ലാതിരുന്ന കാലത്ത് പോലും തെറ്റ് ചെയ്യുന്നവൻ അറിയാമായിരുന്നല്ലോ തെറ്റാണ്. ഇന്നും വിശ്വാസിയാകട്ടെ, അകത്തറിയാം തെറ്റാണോ ശരിയാണോ. നല്ലതിനൊരു ആഭിമുഖ്യവും വെളിച്ചത്തോടൊരു ഇഷ്ടവും ഇരുട്ടിനോട് ഒരു ഭയവും തോന്നുന്നില്ലേ? അത് നിൻ്റെ അകത്തുള്ള വെളിച്ചം കൊണ്ടാണ്. ഇത് വർദ്ധിക്കും തോറും നീ മിടുക്കനാകും. സദൃശവാക്യങ്ങൾ പറയുന്നു, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ, അത് നട്ടുച്ചവരെ അധികം ശോഭിച്ചു വരുന്നു. നോക്കിയ ഒരു നീതിയുടെ ഭാഗം നമ്മൾ തിരഞ്ഞെടുത്താൽ, നീതിയുടെ പക്ഷത്ത് നിന്നാൽ, ദൈവസഭയിലേക്ക് നമ്മൾ കടന്നു വന്നാൽ, വിശുദ്ധന്മാരുമായിട്ട് സഹവാസം ചെയ്താൽ, കർത്താവിനെ അന്വേഷിച്ചാൽ, നമ്മുടെ ജീവിതപാത പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ. പ്രഭാതത്തിൻ്റെ വെളിച്ചം എത്ര മനോഹരമാണ്, എല്ലാവർക്കും ഉന്മേഷം നൽകുന്നതല്ലേ. ആ വെളിച്ചം പോലെയാവും. മുന്നോട്ടുള്ള നമ്മുടെ ഗമനമോ വർദ്ധിച്ച് വരും. എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യവും നന്മയും വർദ്ധിച്ചു വരും. നട്ടുച്ചവരെ കണ്ട. പിന്നെ താഴ്ചയുണ്ടോ? താഴ്ചയില്ല. ലൈഫിൻ്റെ എൻഡ് എന്ന് പറയുന്നത് നട്ടുച്ചയായിരിക്കും, ഏറ്റവും വലിയ വെളിച്ചത്തിൽ. മറുവശത്ത് ഇപ്പം നമ്മൾ പറഞ്ഞ പുള്ളിക്കാരൻ ഹെരോദാവിനെ നോക്കിയാൽ മതി. ഈ മനുഷ്യൻ്റെ അകത്ത് വെളിച്ചം ഉണ്ടായിരുന്നു. പക്ഷേ അയാളുടെ ജന്മദിനത്തിൻ്റെ അന്ന് ഒരു ഡാൻസ് കണ്ട് ഇഷ്ടപ്പെട്ട് വീഞ്ഞും കുടിച്ച് ഒരു പെങ്കൊച്ചിന് വാക്ക് കൊടുത്ത്. എന്ത് വേണേലും ചോദിച്ചു, ഞാൻ തരാം. അവൾ യോഹന്നാൻ സ്നാപകൻ്റെ തല ചോദിച്ച് അമ്മയുടെ ഉപദേശം പ്രകാരം. ഈ മനുഷ്യനെ നമ്മൾ പിന്നീട് കാണുന്നതോ ഭയപ്പാടോടെ കഴിയുന്നൊരു മനുഷ്യൻ. യേശുവിനെക്കുറിച്ച് കേട്ടിട്ട് ഞാൻ തല വെട്ടിച്ച യോഹന്നാനാണെന്നൊക്കെ പറഞ്ഞ് പരിഭ്രാന്തനായൊരു മനുഷ്യൻ. ലാസ്റ്റ് നമ്മൾ കാണുന്നത് യേശുവിൻ്റെ മരണസമയത്ത് ഇയാളും ഇയാളുടെ ശത്രുവായിട്ട് അതിൻ്റെ അക്കൗണ്ടിൽ ഒന്നാകുന്നത്, പിലാത്തോസുമായിട്ട് ഒന്നാകുന്നത് കാണാം. കണ്ടോ? ഒരു മനുഷ്യൻ്റെ അകത്ത് വെളിച്ചമുണ്ട്. അതവൻ നല്ലവരുമായിട്ട് കൂട്ടുകൂടിയാൽ നല്ലതിലേക്ക് കൊടുത്താൽ അവൻ വർദ്ധിച്ചു വരും നന്മയിൽ. മറുവശത്തോ ഒരിക്കലും കരകയറാൻ പറ്റാത്തവണ്ണം ഒറ്റാക്കൂരിരുട്ടിലേക്ക് അവൻ പോയി. നമുക്ക് ഗുണപാഠമാണ്. നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ, ചെറിയ കാര്യങ്ങളിലൊക്കെ അസ്വസ്ഥപ്പെട്ടും കുറ്റബോധപ്പെട്ടും കഴിയുക. അയ്യോ വേണ്ട, ഒരു കാര്യം തെറ്റാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ അത് ക്ലിയറായി. നിരാശപ്പെടാതെ സ്തോത്രം പറഞ്ഞ് കർത്താവിനെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക. മനശ്ശെ എന്ന് പറയുന്ന ദുഷ്ടനായ രാജാവ്, അവനെപ്പോലെ ദുഷ്ടത ചെയ്ത ആരുമില്ല. അത്രയും ദുഷ്ടത ചെയ്തിട്ടും അവനെ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനെ തിരിച്ചു വരുത്തിയെന്നാണ്. നമ്മളൊക്കെ എത്ര അധികം കർത്താവിന് വിലയേറിയവരാണ്. നമ്മൾ ദൈവകാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നവരാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. കൂടുതൽ വെളിച്ചത്തിലേക്ക് പോവുക, പോസിറ്റീവ് ചിന്തകളിലേക്ക് വരിക. ശുഭവചനത്താൽ ഹൃദയം കവിയട്ടെ. ആ നട്ടുച്ചയിലേക്ക് മുന്നേറുക.
യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വർഗം കരുണ കാണിക്കട്ടെ, കൃപ ചെയ്യട്ടെ, മാനിക്കട്ടെ. ആമേൻ.